ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു തനി നാടനായിട്ടുള്ള ഐറ്റമാണ്. അതായത് ഈ തലമുറയിലുള്ള കുട്ടികൾക്കൊന്നും ഒരുവിധം പരിചയം കാണില്ല. മഷ്റൂം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കൂൺ പൊള്ളിച്ചത് അല്ലെങ്കിൽ കുമ്പളത്തിൻ്റെ ഇലയിൽ കനലിൽ ചുട്ടെടുത്ത നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കൂൺ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാനായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഞാനിവിടെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു പിടിയോളം കാന്താരി മുളക്, എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് ചെറിയുള്ളി, ഒരു 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇതാ മഷ്റൂമൊക്കെ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റാണ് ഉപയോഗിച്ചത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഉള്ളി, കറിവേപ്പില ഇതിൻ്റെ മിക്സ് കൂടെ ഇതിലേക്കിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ കാന്താരി മുളക് തന്നെ ചേർക്കണമെന്നില്ല, സാധാരണ പച്ചമുളകായാലും ഒരു കുഴപ്പമില്ല. പിന്നെ കറിവേപ്പിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഈ എരിവൊക്കെ നല്ലപോലെ ഈ മഷ്റൂമിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതിൽ നേരെ തന്നെ ചുട്ടെടുത്താലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്ന് മാറ്റി വെക്കാമെന്ന്. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. കുമ്പളത്തിൻ്റെ ഇല ആദ്യം ഒന്ന് നിരത്തിയെടുക്കാം. വലിയ ഇല ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതിപ്പോൾ ഒരു ചെറിയ ഇലകളായതുകൊണ്ട് 3-4 എണ്ണം എടുത്ത് അതൊന്ന് നിരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മഷ്റൂം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇതിന് നന്നായി കവർ ചെയ്തെടുക്കാം. പുറത്തേക്കൊന്നും ആവാത്ത രീതിയിൽ കുമ്പളത്തിൻ്റെ ഇല നല്ലപോലെ കവർ ചെയ്തിട്ട് ഒരു നാര് കൊണ്ടോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കെട്ടി വെക്കാം. ഇതിനെ അടുപ്പിൽ കുറച്ച് കനലാക്കി അതിൽ ചുട്ടെടുക്കാം. പുറത്തുള്ള ഈ ഇലയൊക്കെ നല്ലപോലെ കറുപ്പ് കളറായി വരണം. അപ്പോഴാണ് ഉള്ളിലേക്ക് നല്ലപോലെ വെന്ത് വരും. ഒരു ചെറിയ കനലൊക്കെ ആണെങ്കിൽ ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കാനുണ്ടാവും. നമ്മുടെ തനി നാടനായിട്ടുള്ള കൂൺ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ കഴിച്ചിരുന്ന ഒരു വിഭവമാണിത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.